ആകെ ആ റോഡാണുള്ളത്. അത് ഗഡ്കരിന്റെ റോഡാ, ഇന്ത്യ ഒട്ടാകുള്ള റോഡാണ്. അത് നിങ്ങളതല്ല. അതിൽ നിങ്ങൾ ഈ എട്ടുകാലി ഒന്നും ഇത് നമ്മളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാന്നല്ലാതെ യാതൊരു കാര്യമില്ല. ഗഡ്കരിയുടെ നാഷണൽ ഹൈവേ വന്നു. എന്താ പിന്നെ ഗഡ്കരിയുടെ നാഷണൽ ഹൈവേ നിങ്ങൾ ചെയ്യാഞ്ഞ്? ഇത് പൂട്ടിക്കെട്ടി 30 മീറ്റർ ഉള്ളെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോയതാണല്ലോ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് രേഖയുണ്ടല്ലോ. അന്ന് സർവകക്ഷി യോഗം വിളിക്കുന്ന സമയത്ത് അവിടെ 45 മീറ്റർ ആവാമെന്ന് പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാ, ഞങ്ങളെ ഇടതുപക്ഷ. എന്നാ പിന്നെ എന്താ നിങ്ങൾ അന്നെന്താ ഇത്? നിങ്ങളെല്ലാം മന്ത്രിമാരായിരുന്നല്ലോ. 30 മീറ്റർ 1 മീറ്റർ ഇല്ലാതെ നിങ്ങളെന്താ പൂട്ടിക്കെട്ടിപ്പോയി? അന്ന് ഗഡ്കരി ഇല്ലായിരുന്നോ? അന്ന് BJP ഇല്ലായിരുന്നോ? ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോ നിങ്ങൾ ഭൂമിയുടെ അടി ബോംബ് കുഴിച്ചിടുക എന്ന് പറഞ്ഞിട്ട് വലിയ സമരം നടത്തിയില്ലേ? ദേശീയ പാതയുടെ വീതി അത് 45 മീറ്റർ എന്നാണ് നാഷണൽ ഹൈവേ പറഞ്ഞിരുന്നത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് 30 ആക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത് കേരളത്തിന്റെ ആവശ്യം തള്ളി. കേന്ദ്ര മന്ത്രി ഇത് സംബന്ധിച്ച കേരളം ദേശീയപാത വികസനത്തിൽ സഹകരിക്കുന്നില്ല എന്ന നിലയിൽ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അവര് ഇറക്കിയതിനെ നമ്മൾ ഒരിക്കലും തെറ്റെന്ന് പറയുന്നില്ല. കാരണം അവര് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അന്ന് നടപ്പാക്കിയിരുന്നുവെങ്കിൽ, അന്ന് ഭൂമി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇപ്പൊ കൊടുക്കേണ്ട തുക കൊടുക്കേണ്ടി വരില്ലായിരുന്നു. 5580 കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതിനിടയായി. ഇപ്പൊ UDF കാലത്ത് നടക്കാതിരുന്നത് അല്ലെങ്കിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന ഒരു കാര്യത്തില് ഇപ്പോ കാര്യക്ഷമതയോടെ നടപ്പാക്കുന്ന നിലയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഒന്നേ പറയുന്നുള്ളൂ, പലവട്ടം പറഞ്ഞതാണ്, സ്വന്തം ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ പുറപ്പെടും.